അതൊന്നും എനിക്കറിയില്ല. അതെല്ലാം ഗിരീഷ് ചേട്ടനോടും ഭാവന സ്റ്റുഡിയോസിനോടും ഒക്കെ ചോദിക്കേണ്ടി വരും. അടിപൊളി. എന്തായാലും താങ്ക് യു എല്ലാവരോടും വന്നതിൽ. എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. താങ്ക് യു. വലിയ രീതിയിൽ കാലികമാനൊക്കെ ഒരുമിച്ചാണ് സിനിമ വരുന്നത്. അപ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ? തീർച്ചയായിട്ടും തുടക്കം മുതലേ റഹ്മാൻ കാട് പടങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. റഹ്മാൻ കാട് പടങ്ങളെല്ലാം ഇഷ്ടമുള്ള ഒരാളാണ്. കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. നെസ്ലിയിലും ലുക്മാനും ബോക്സിങ് പഠിക്കുന്നതായിട്ടുള്ള വീഡിയോസ് എല്ലാം വേണ്ടായിരുന്നു. വീഡിയോസ് അല്ല, ഒരു ഫോട്ടോ അതേപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ബോക്സിംഗ് റിലേറ്റഡ് മൂവിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രാക്ടീസ്. നെസ്ലി ഇപ്പോൾ ഒരു കോമഡി റോളുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റിൽ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടറും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ട് പടത്തിൽ. അപ്പോൾ ഞാനും എക്സൈറ്റഡ് ആണ് എങ്ങനെ വരും എന്നുള്ളത് അറിയാനായിട്ട്. കൂടുതലും ആദ്യം വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പുതിയ ആൾക്കാർ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നത്. അല്ലല്ല, ഇതിനു മുമ്പും എനിക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ. സന്ദീപ് ആണെങ്കിലും ഫ്രാങ്കോ ഉണ്ട് ഇതിൽ. അപ്പോൾ തണ്ണീർമത്തലിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ ഇവരെല്ലാവരും നേരത്തെ അറിയുന്നതാണ്. വർക്ക് ചെയ്യുന്നത് കുറേ നാൾക്ക് ശേഷം, ഇപ്പോൾ ഫ്രാങ്കോനായിട്ട് കുറേ നാൾക്ക് ശേഷമാണ്. പിന്നെ ബാക്കി ഉള്ളവരായിട്ടെല്ലാം ആദ്യമായിട്ടാണ്. പിന്നെ ഗണപതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ലുക്കുനെ അറിയാം. അപ്പോൾ എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ ഒരു റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആളുടെ ഓരോ സിനിമകളും ഓരോ ജോണർ പലത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ ആളുടെ ഒരു സിനിമയിലേക്ക് ഒരു ഓഫർ വരിക, ഇങ്ങനെ ഒരു സംഭവം വരിക എന്ന് ആദ്യമേ തന്നെ വന്നപ്പോൾ എന്താണ് ആ സിനിമ? ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ കഥ കേട്ട് അത് ഭയങ്കര രസമുണ്ട്. അപ്പോൾ അത് കൂടുതൽ സന്തോഷം തോന്നി. അതിലേക്ക് ഇന്നാവാൻ അതിൽ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഈ റോൾ എത്രത്തോളം ചാലഞ്ചിങ്? കാര്യം കണ്ടുവരുന്ന ഒരു സിനിമയിലെ പോലെയല്ലേ, ഇതൊരു ബോക്സിംഗ് ടൈപ്പ് മൂവിയാണെന്ന് പറഞ്ഞു അല്ലേ? ഇതൊരു ബോക്സിംഗ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് കോമഡി ജേണറിൽ വരുന്ന ഒരു മൂവി ആണ്. അപ്പോൾ തീർച്ചയായും കോമഡി എലിമെന്റ്സും എല്ലാം ഉള്ളൊരു പരിപാടിയാണ്. നോക്കാം എന്തായാലും. ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഈ പരിപാടി എങ്ങനെ വരും എന്നുള്ളത് അറിയാനായിട്ട്. ബോക്സിംഗ് പ്രാക്ടീസ് നടന്നപ്പം ഇവരോടൊപ്പം പ്രാക്ടീസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഫണ്ണായിരുന്നു? ഭയങ്കര ഫണ്ണായിരുന്നു. എല്ലാവരുമായിട്ടൊരു റാപ്പ് ഇതിനു മുമ്പേ തന്നെ ഒരു കുറച്ച് നാൾ മുമ്പേ ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങിയായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ടും ആ ഒരു റാപ്പും ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഈസി ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട്. ഈ സിനിമ കഴിയുമ്പം ആക്ഷൻ ഹീറോ ആയിട്ട് മാറുമോ നെസ്ലി? എനിക്കറിയില്ല. പ്രേമലു 2 എന്തായാലും 2025 ആവും. എന്തായാലും പുതിയ കാസ്റ്റ് അതിൽ നമുക്ക് പ്രതീക്ഷിക്കാവോ? അതൊന്നും എനിക്കറിയില്ല. അതെല്ലാം ഗിരീഷ് ചേട്ടനോടും ഭാവന സ്റ്റുഡിയോസിനോടും ഒക്കെ ചോദിക്കേണ്ടി വരും. അടിപൊളി. എന്തായാലും താങ്ക് യു എല്ലാവരോടും വന്നതിൽ. എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. താങ്ക് യു.